Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മാങ്ങ ഇട്ട മീൻകറി കുറേ നാളായിട്ട് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം വരുന്നത് എന്നാന്ന് വെച്ചാൽ ചിലപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന രീതി ഒരുപോലെ ആയിരിക്കുന്നിരിക്കുകയില്ല, കുറച്ച് വ്യത്യാസമായിരിക്കും. ഇതിനകത്ത് എൻ്റെ കയ്യിൽ രണ്ട് കാര്യമാണ് ഞാൻ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് തനി നാടൻ രീതിയിൽ വെക്കാതെ മാറ്റിപ്പോയ ഒരു രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പുളി എന്ന് പറഞ്ഞാൽ മാങ്ങ ഇടുന്നതുകൊണ്ട് ശരിക്കും ഇതിനകത്ത് വാളംപുളിയോ കുടംപുളിയോ ഏതാന്ന് വെച്ചാൽ ഇടാം. അടുക്കളയിൽ ചില സമയം നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ ഇല്ലാതെ വരുന്നിരിക്കും. ആ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീരോ വിനീഗറോ ഒഴിക്കാവുന്നതാണ്. പക്ഷേ നാടൻ വിഭവം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പുളി തന്നെ ചേർക്കണം. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇനിയിപ്പോൾ ഇതിന് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് നോക്കിയോ. ഇതൊരിപ്പോൾ ദശക്കട്ടിയുള്ള മീനാണ് ഞാൻ ഇവിടെ മേടിച്ചേക്കുന്നത്. പക്ഷേ നമുക്കിത് ദശക്കട്ടിയുള്ള മീൻ തന്നെ വേണം എന്നൊന്നുമില്ല, ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വേണ്ടിയത് ഒരു ഇച്ചിരി സവാള, പിന്നെ ഒരു ശകലം ചെറിയ ഉള്ളി, ഇത് കുറച്ച് വിനീഗറാ, പിന്നെ ഇത് കുറച്ച് പച്ചമാങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, ഇച്ചിരി ഉപ്പ്, ഇനി വേണ്ടി ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി, കുറച്ച് ഉലുവ, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇത് അരിഞ്ഞിട്ടാലും മതി, പിന്നെ രണ്ടാം പാല്, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഒന്നാം പാല്. നമുക്ക് ചാറ് മീൻകറിക്ക് എത്ര വേണം എന്നുണ്ടോ അതനുസരിച്ച് വേണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാനുള്ളത്. ഇത് ചെയ്യുന്നത് ശരിക്കും നമുക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്യാനുള്ളത്, അല്ലാതെ മറ്റേ സാധാ പിന്നെ എന്നാ പറയുക അല്ലാതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാ നമുക്ക് എല്ലാവർക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഒക്കുകയില്ലായിരിക്കാം. അവനവൻ ഏത് എണ്ണയിലാണ് ദിവസവും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഉപയോഗിച്ച് വെച്ചാൽ മതി. ഇന്നപോലെ വെളിച്ചെണ്ണ തന്നെയാണേൽ ഇപ്പം ഞാൻ ശീലിക്കുന്നത്, നമ്മൾ മിക്കവരും ശീലിക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ പറയുന്നത്. വെളിച്ചെണ്ണയിൽ ഒരു ഇച്ചിരി രുചി കൂടും. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 3-4 മണി ഉലുവ ഇടുക. പക്ഷേ ഉലുവ പൊട്ടണം. പൊട്ടിയ കടുക് ഇടണ്ട, ഉലുവ ഇട്ടേച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളി, ഉലുവ ഒരു ഇച്ചിരി പൊട്ടിക്കോട്ടെ. ഉലുവ പൊട്ടി തുടങ്ങുന്നുണ്ട്, അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, ഈ ചെറിയ ഉള്ളി നല്ലതായിട്ട് ഒന്ന് മൂപ്പിക്കുക. ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ല, അതായത് നമ്മൾ കടുക് വറുത്തൊക്കെ ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് മൂക്കട്ടെ. ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാമെന്നറിയാവോ, ഇത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം കോരി മാറ്റി വെക്കാം. അതല്ല നല്ലോണം മൂപ്പിച്ചേച്ച് കറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചേച്ച് ഇച്ചിരി ഒന്ന് കോരി മാറ്റുക. കാര്യം എന്നാണെന്നറിയാവോ, നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കിയേച്ച് ലാസ്റ്റ് സാമ്പാറിനൊക്കെ നമ്മൾ കടുക് വറുക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വറുത്ത് വെച്ചേക്കുന്ന സാധനം അതിൻ്റെ മീൻകറിയുടെ മേളിലോട്ടൊന്ന് ഇടുകയാണെന്നേലും നല്ല ടേസ്റ്റാണ്. ഇതൊരു ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇപ്പിടണ്ട, എന്നാലും എനിക്ക് ആ ഉള്ളിയുടെയൊക്കെ ഒരു മണം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല മണം വരുമ്പോഴത്തേന് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കഴിയുമ്പം കുറച്ചുകൂടെ ഒരു നല്ല മണമാണ്. കടുക് ഇടേണ്ടവർക്ക് കടുകിടാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഇച്ചിരി ഉലുവായും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് മൂപ്പിക്കാൻ പോകുന്നത്. നല്ല ബ്രൗൺ ആവണേ, അതായത് നമ്മൾ കടുക് വറുത്തൊഴിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആവണം. ഏകദേശം മൂത്ത് വരാറായി.
ഇത് ഫസ്റ്റ് ഇതിങ്ങനെ കോരണം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ബാക്കി എണ്ണയിലോട്ട് നമ്മുടെ കുറച്ച് സവാള. സവാളയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, നല്ലതായിട്ടൊന്ന് വഴറ്റുന്നത് പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഇച്ചിരി ഉപ്പ്. ഇഞ്ചിയും വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഇച്ചിരി കരിയാപ്പില. അതായത് ശരിക്കും നമ്മൾ വറുത്ത് കോരാനായിട്ട് 2 തണ്ട് ഇട്ടായിരുന്നു, പക്ഷെ എന്നാലും പോരാട്ടോ, ഒരു ഇച്ചിരി വേണം. ഇതൊക്കെ മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം എന്ന് പറയുന്ന ഒരു നല്ല മണമാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ സവാളയുടെ ഒക്കെ ഒരു പച്ചമണം, എന്താ പറയുക, റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് വഴറ്റണം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം വാടണം. വാടിയില്ലെങ്കിലുണ്ടല്ലോ അതിനകത്തൊരു എന്നാ പറയുക, ഒരു പച്ച കുത്തലുണ്ടാവും. ആ കുത്തൽ നമ്മൾ ഏതൊരു പച്ചക്കറി ആയാലും ശരി, ഏതൊരു കറി വെക്കുവാന്നേലും ശരി, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വഴന്നില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്ക് മുഴുവനും ആ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി എത്ര നമ്മൾ മേക്കപ്പ് ചെയ്താലും ആ ഒരു കുത്തൽ അങ്ങനെ കിടക്കും. ഇതൊരു നല്ല അസലായിട്ടൊന്ന് മൂത്തോട്ടെ. മൂക്കാന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ കൂട്ടല്ല, എന്നാലും ഒരു ഇച്ചിരി മൂക്കണം. ഞാൻ നേരത്തെ നമ്മൾ മൂപ്പിച്ചതിൻ്റെ അത്രയും മൂപ്പിച്ചില്ല, എന്നാൽ ഒരു ഇച്ചിരി വാടിയിട്ടുമുണ്ട്. ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് ഇച്ചിരി കുറച്ച് വെച്ചാൽ നമുക്ക് പൊടിയെല്ലാം ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണാണ്. നമ്മുടെ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും വീട്ടിൽ ജോലി ചെയ്യുന്നവരാ. അപ്പോൾ നമുക്കറിയാം നമ്മൾ മേടിക്കുന്ന മീനിന് എത്ര അളവ് വേണ്ടിയെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം. നമ്മൾ എത്ര മീനാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ ആ മീനിന് കണക്കാക്കി വേണം നമ്മൾ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കണക്കാണ് ചേർത്തേക്കുന്നത്. ഇതിനകത്തോട്ട് പുളി അനുസരിച്ച് കുറച്ച് മാങ്ങ, കുറച്ച് പുളിയും കൂടെ ചേർക്കണം, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ വിനീഗർ എടുത്ത് വെച്ച എന്നാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലയിടത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 പുളിയും തീർന്നൊരവസ്ഥ വരികയില്ല. അന്നേരം സമയത്ത് കുറച്ച് വിനീഗറോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങാ നീരോ ചേർത്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇത് തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് വാളംപുളിയോ കുടംപുളിയോ ഏതെങ്കിലും പുളി അനുസരിച്ച്. നമ്മളിവിടെ മാങ്ങ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചേർക്കുന്ന പുളി ഏതാന്ന് വെച്ചാൽ ചേർത്തോളാം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ വിനീഗർ ചേർക്കാൻ. ഇതിനകത്തോട്ട് 2-ാം പാൽ. എന്തായാലും ഞാൻ ഇപ്പോൾ ചേർത്ത 2-ാം പാൽ കുറവാണ്. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തേച്ച്, ചാറിന് ഇച്ചിരി നീട്ടാൻ വേണ്ട, അന്നേരം ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തു. രണ്ടാമതൊക്കെ ചിലപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി മടിയായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി നമ്മൾ ആദ്യം മെനക്കെട്ടേച്ച് പിന്നെ ഒരു ഇച്ചിരി എടുക്കാനൊക്കെ പറയുവാന്നേലും ഒരു ഇച്ചിരി മടിയാണ്. ഇതിനകത്ത് നമ്മൾ ഉള്ളി പാകത്തിന് മൂക്കാനായിട്ടുള്ള ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇനി നമുക്ക് പുളി ചേർത്തു, മാങ്ങ ചേർത്തു, അപ്പോൾ പുളി ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി പിന്നെ മീനിനകത്തും പിടിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു കുറച്ചുകൂടെ ഒരു ഉപ്പ് ചേർക്കണം. മീൻ തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി കരിയാപ്പിലയും കൂടി.
ആവി വരുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ അതിനകത്തോട്ടിടാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ അത് വെന്ത് കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്. വേവുന്നതിന് മുമ്പ് അതേലെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഇളക്കി എല്ലായിടും ഒന്നും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ദേ നമ്മുടെ മീനിൻ്റെ കറി തിളച്ചു. ഇനി ദേ ഈ മീൻ അങ്ങോട്ട് ഇടുക. മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ ഉപ്പും പുളി എരിവും എല്ലാം നോക്കിയതിന് ശേഷം അതിനകത്ത് എന്നതേലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ ബാലൻസ് ചെയ്തോണം മീൻ തിളച്ചതിന് ശേഷം. അന്നേരം എന്നാ ചെയ്യണം, മീൻ അങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തിളച്ച് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കാം. തീ കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്തേക്കുന്ന ചാറ് മതിയാവും ആ ഒരു മീൻ വെന്ത് വരാനായിട്ട്. അപ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ, ആ തീ അങ്ങ് നല്ലോണം കുറച്ച് മീൻ വെന്ത് കഴിഞ്ഞ് വാങ്ങാറാവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തലപ്പാലും കൂടെ ഒഴിച്ചെടുക്കുക. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 5 seconds ഒക്കെ തിളയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നൊക്കെ പറയും. പക്ഷേ ഇല്ല, എന്നാലും നമ്മൾ പറയുന്നത് വെച്ചാൽ വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തലപ്പാൽ ഒഴിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇത് വേണ്ട. കാര്യം എന്നാ വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇരിപ്പുണ്ട്, അന്നേരം അത് അതിൻ്റെ പുറത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇപ്പോൾ മീൻ തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ മീൻ നല്ലോണം തിളയ്ക്കുമല്ലോ, തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വേവും വെന്ത് കഴിയുമ്പോൾ തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിച്ചേച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിനകത്ത് ഇടുക. ഇതിനകത്ത് വേറെ ഒരു ജോലിയില്ല, പുളി മാത്രം നോക്കിക്കോളാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറേശ്ശെ പുളിയും എല്ലാം ചേർത്തേച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പുളി കൂടും. ഇനി എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കപ്പ ഉണ്ടാക്കണം. എന്നും ഉണ്ടാക്കുന്ന പോലെ വേവിച്ച കപ്പയല്ല, കുറച്ച് വെള്ളക്കപ്പ കടുവറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ മീൻകറിയും കപ്പയും റെഡിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഏറ്റവും നല്ല ടേസ്റ്റ് വേറെ ഒന്നിനും പറയാനില്ല. അതും ഈ സന്ധ്യ സമയത്തൊക്കെ കഴിക്കാന്ന് പറയുന്നത് എന്തോ പറയാനല്ലേ. അതിൻ്റെ രുചി ഇനിയിപ്പോൾ ഈ മീൻകറി എന്നല്ല, ഏത് മീൻകറി ആയാലും കപ്പയും മീൻകറിയും ചായയും കുടിക്കുക എന്ന് പറയുന്ന ഏതൊരു മലയാളികളുടെയും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത് എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഇഷ്ടമുള്ള, നമ്മുടെ മനസ്സോട് നമ്മൾ ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, മികച്ച അഭിനേത്രിയും സൂപ്പർ സ്റ്റാറിൻ്റെ പത്നിയും 2 താരപുത്രന്മാരുടെ അമ്മയും ഒരു ബിസിനസ് ഓൺട്രപ്രണറുമായ നമ്മുടെ പ്രിയപ്പെട്ട മല്ലിക ചേച്ചിയാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. മല്ലിക ചേച്ചീനെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. മല്ലിക ചേച്ചി, ചേച്ചി ഇപ്പൊ ഞാൻ തന്നെയല്ല ചേച്ചി എന്ന് വിളിക്കുന്നത്, മലയാളികൾ കംപ്ലീറ്റ് ചേച്ചീനെ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു മൂത്ത ചേച്ചിയാണ് ഇപ്പം. അയ്യോ ഈശ്വര, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രേക്ഷകരോട് നന്ദി എന്നല്ലാതെ എന്ത് പറയാനാ ഞാൻ. വളരെ 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 സന്തോഷം. എന്തോ ഒരു നല്ല ഇൻട്രൊഡക്ഷനാണ് മോൾ പറഞ്ഞത് ഇപ്പം എന്നെ കുറിച്ച്. ആണോ? ശരിക്കും ചേച്ചി ആദ്യം ചേച്ചി എടുത്ത് ചോദിക്കേണ്ടത് അമ്മൂമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചോദിക്കാനുള്ളത്. അതെ, കൊച്ചുമക്കളും അമ്മൂമ്മയും എങ്ങനെയാണ്? ഭയങ്കര യോ ആണോ? സത്യം, പിന്നെ ഭയങ്കര യോ ആണ്. അതെന്താ വെച്ചാൽ അതൊരു ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു വല്ലാത്ത ലൈഫാണ്. കാരണം ഇപ്പം നമുക്ക്, ഞാൻ കൊച്ചി പോയാൽ മക്കൾ 2 പേര് ഷൂട്ടിങ്ങിലാന്ന് പറഞ്ഞാലും വലിയ വിഷമമൊന്നുമില്ല, അതിങ്ങനെ കണ്ട് നമുക്ക് ശീലമായി. പക്ഷേ കൊച്ചുമക്കൾക്ക് അയ്യോ ഇന്ന് മറ്റേ ട്യൂഷനുണ്ട്, ഇതാ വന്നില്ലമ്മേ ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതാണ് സങ്കടം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ദ്രൻ്റെ 2ാമത്തെ മോള് നക്ഷത്രം, പ്രാർത്ഥന ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി, പൃഥ്വിയുടെ മോള് അലങ്കൃതയും, 2 പേര്. അയ്യോ വാചകമോ കൊള്ളാം, എന്തൊക്കെ കേൾക്കണം നമുക്ക്. അച്ഛമ്മ എന്ന് വിളിക്കുന്നത് അലങ്കൃത, മറ്റേ നക്ഷത്രം വിളിക്കുന്നത് അമ്മൂമ്മ. ഈ പേരൊക്കെ ഇട്ട ചേച്ചിയാണോ? അയ്യോ അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പൊ ഇതാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത് അവർ പറയും, നല്ല പേരാന്ന് പറയാം. കാരണം ഇപ്പൊ ഈ ഒരു പേരുകളൊക്കെ തീരുമാനിച്ച് രാജുവൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു, ഇങ്ങനെയാണോ ഏത് വേണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്തിനും പറയും.
അപ്പോൾ അങ്ങനെ വന്നിട്ട് അമ്മ ഇതാണ് ഉദ്ദേശിക്കുന്നത് നല്ല പേര് പിന്നെ നല്ല അപ്പം കാരണം അവരുടെ ആഗ്രഹം പിന്നെ ഞാൻ അങ്ങനെ മക്കളുടെ ആഗ്രഹത്തിന് ഞാനൊന്നും എതിര് നിൽക്കാറില്ല നമ്മളൊരു സുഹൃത്തുക്കളെ പോലെ ആ വീട്ടിനകത്ത് പിന്നെ ചേച്ചി അങ്ങനെയാണ് ബിക്കോസ് അതിന്റെ ഒരു ഭാഗ്യം ആ 2 പിള്ളേർക്കും നല്ലോണം ഉണ്ട് അവരും ഭയങ്കര ചേച്ചിയെടുത്ത് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് അതാണ് സംസാരിച്ചു ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സുഖമായിട്ടനെ ഏൽപ്പിച്ചിട്ട് പോയ 2 മക്കളെ എന്നെ അതുപോലെ കരുതുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം. ശരിക്കും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എന്താ പറയാ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുഖേട്ടൻ. ശരിക്കും സുഖേട്ടന്റെ വൈഫ് എന്ന നിലയ്ക്ക് ചേച്ചി ആ ഒരു എന്താ പറയാ സുഖേട്ടന്റെ ലൈഫ് സുഖേട്ടന്റെ രീതികൾ 2 മക്കള് ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വൈഫ് എന്ന നിലയ്ക്ക് ചേച്ചിയുടെ ഒരു ജീവിത രീതിയൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ അത് ആ ഒരു ജീവിത ശൈലിയും ആ ഒരു സത്യസന്ധത തൊഴിലിനോട് കാണിക്കും. പുറമേ അതെ സുഖേട്ടന് ഈ അഭിനയം എന്ന് പറയുന്നത് ക്യാമറ ഓൺ ചെയ്യുമ്പം സീനിന് വേണ്ടി മാത്രമേ അഭിനയിക്കാൻ അറിയത്തുള്ളൂ. അല്ലാതൊരു അഭിനയം അദ്ദേഹത്തിന് വഴങ്ങത്തേയില്ല. അതുകൊണ്ടാണ് ഈ പ്രേമരംഗം അഭിനയിക്കുക. വേറെ ആരോടും ചോദിക്കേണ്ട, ഷാജിയോട് ചോദിച്ചാൽ മതി. പ്രേമരംഗവും പാട്ടുകളും ഒക്കെ വരും പറയും ഓ ഇങ്ങനെ എൻ്റെ ആശാനെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഭയങ്കര വിഷമമായി അതൊക്കെ അഭിനയം വലിയ റൊമാൻറ്റിക് സീൻസൊക്കെ അഭിനയിക്കാൻ. ഒരു പച്ചയായ മനുഷ്യൻ, കാരണം ഉള്ളതുപോലെ പറയുക, അതുകൊണ്ട് ശത്രുക്കളുണ്ടാവും മിത്രങ്ങളും ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഈ സത്യം പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞാൽ മതി, ആ സമയത്തുള്ള ചില ഇഷ്ടക്കേടുകളെ ചിലർക്കുണ്ടാവുള്ളൂ. പക്ഷേ നുണ പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ടെൻഷൻ, ഇത് എന്തെങ്കിലും നുണയാണെന്ന് അറിയുമോ ഈശ്വര എന്നുള്ള ഇതൊക്കെ പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖേട്ടൻ്റെ ഒരു രീതിയോ സുഖേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ജീവിത ശൈലി, അദ്ദേഹം ലണ്ടൻ ഹീത്രൂവിൽ വരെ ശവായി ചെരുപ്പ് മറ്റേ ഡബിൾ മുണ്ട് കൊടുത്തോണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതാണ് എന്നെ ഇങ്ങനെ അംഗീകരിച്ചാൽ മതി എന്നുള്ളതാ. വലിയ കഥയുണ്ട്. നമ്മുടെ നെടുമുടി ചേട്ടനോട് പറഞ്ഞ മണ്ടന്മാർ ലണ്ടനിൽ പോകുമ്പോൾ ഇവര് ശങ്കരാടി ചേട്ടാ എനിക്ക് മുണ്ട ഉടുക്കാനൊക്കെ ഉള്ളു, നീയും വേണോ മുണ്ടെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരിട്ടുണ്ടോ അയ്യോ പാവം ചേട്ടൻ പറഞ്ഞ് അവരിട്ടുണ്ടോ മുണ്ടും ജുബയൊക്കെ തെർത്ത് കയറ്റി സുഖേട്ടന് ഏറ്റവും കൂടുതൽ സഫാരി സൂട്ട് ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അത് മറ്റേ ഇവര് വിൽക്കാൻ്റെ സ്വപ്നങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ തയ്പ്പിച്ചതെന്ന്. ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട്. അത് കഴിഞ്ഞ് ഇതിന് പോകാൻ നേരത്ത് രാവിലെ അവർ ഇറങ്ങി വന്നപ്പോൾ കാണാൻ ലോബിയിൽ ശങ്കരാടി ചേട്ടൻ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് സുഖേട്ടൻ എന്തോന്ന് നിങ്ങളല്ലേ ഇന്നലെ കൂട്ടിന് ഞങ്ങൾ മുണ്ടുകൊടുക്കുക നീയുടെ വേഗം പോയി മാറത്തില്ല എന്ന് പറഞ്ഞാൽ അവർ 2 വാശിക്ക് മുണ്ട് കൊടുത്തോണ്ട് തന്നെ പോയി. പക്ഷെ സുഖമായിട്ട് മുണ്ടാണ് ഐശ്വര്യം അല്ലേ? മേ ബി നമ്മളൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. സുഖമായിട്ട് ആ മുണ്ടൊക്കെ രാവിലെ ഷൂട്ടിങ്ങിന് പോകുന്നതും അതെ ഒരു ലുങ്കി എടുത്ത് കുളിച്ച് ഒരു ലുങ്കിയൊക്കെ ഒരു ഷർട്ട് ഇട്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റത്തുള്ളൂ. അങ്ങനെ ഡ്രസ്സിങ്ങിൽ ഒരു കോൺഷ്യസ് അല്ല. അദ്ദേഹം ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ്, നാട്ടുകാർ മുഴുവൻ സുഖേട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഈ സൂപ്പർ സ്റ്റാർഡം ഒക്കെ അന്ന് അത്ര വലുതായിട്ട് ഇവരുടെയൊക്കെ കാലത്ത്. പക്ഷെ അന്ന് എന്താണെന്ന് വെച്ചാൽ ഈ സുഖേട്ടൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇപ്പം നസീർ സാറ് സത്യൻ മാഷ് മധു സാറൊക്കെ വന്ന് പെട്ടെന്നൊരു റെബൽ ഒരു ഇതുള്ള ഒരു അല്ലേ എപ്പോഴും ഒരു പ്രതിയോ ഒരു ആ ഒരു സ്ഥാനത്ത് കണ്ട് അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ വലിയൊരു ഹരമായിട്ട് മാറി സുഖേട്ടൻ. എല്ലാത്തിനെയും എതിർക്കുക. നസീർ സാറ് സത്യൻ സാറൊക്കെ കഴിഞ്ഞ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർസ് ഇവരാണ്, സുഖേട്ടൻ സോമേട്ടനൊക്കെ അതെ. പക്ഷെ അവരുടെയൊക്കെ കാലം വന്നപ്പോൾ ആ ഒരു സ്റ്റാർഡം വെച്ചിട്ടുള്ള മത്സരമോ അല്ലെങ്കിൽ അതൊന്നുമില്ല, ഫാൻസിന്റെ ബഹളമോ ഒന്നുമില്ല. അതൊക്കെ ഇപ്പൊ തുടങ്ങിയല്ലേ. അവരൊക്കെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ചെയ്താൽ ഇതിൽ സുകുമാരൻ നന്നായിരിക്കുന്നവരെ. പക്ഷെ അങ്ങനെ പല MT വാസുദേവൻ നായർ സാർ 6 പടമറ്റോ സംവിധാനം ചെയ്തു. 6ലും ഹീറോ സുഖേട്ടനായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് ആ നാട്ടിൽ നടക്കുന്ന കഥകളുടെയൊക്കെ ഒരു ഹീറോ ആയിട്ട് വാസുദേവൻ കണ്ടതും സുഖേട്ടനെ തന്നെ. അങ്ങനെ അപ്പോൾ അത് ആ ഒരു എടപ്പാൾ അവിടെ തന്നെയാണല്ലോ അവരുടെയൊക്കെ വീട്. വാസുദേവൻ്റെ ഒക്കെ തറവാടും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ നമ്മളെപ്പോഴും കാണുന്ന നിലവിലുള്ള പല സാമൂഹ്യ വ്യവസ്ഥിതികൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊരു ആവേശമായിരുന്നു അല്ലേ? ശരിക്കും ചേച്ചി ഒരു ഹീറോയിനെ നമ്മൾ എപ്പോഴും ഒരു മലയാളി പ്രേക്ഷകർ അംഗീകരിക്കുന്ന എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള വികാരം ഒരു ഹീറോ പറയുമ്പോൾ ശരിക്കും നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നും. അതിൽ വൺ എമംഗ് ദ പേഴ്സൺ ആണ് സുഖേട്ടൻ. സ്റ്റിൽ എവർഗ്രീൻ. എന്ത് വില്ലനാണെങ്കിലും അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഥാപാത്രമാണെങ്കിൽ ശരിക്കും മല്ലിക ചേച്ചി സുഖേട്ടനൂടെ വന്നേ പിന്നാണോ ഇങ്ങനെ ഈ ഒരു വർത്താനം പഠിച്ച കാര്യം? വെച്ചാൽ എന്നാണേലും മോത്തൊക്കെ ഉള്ളത് പറയുന്നത് സുഖേട്ടന്റെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. അല്ല തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം സുഖേട്ടൻ എപ്പോഴും പറയുന്നത് സത്യം പറയാൻ പഠിക്കുക.
അത് ഒരു ദീർഘായുസുള്ള സംഭവമാണ്. കാരണം അത് നമുക്ക് പിന്നീട് തിരുത്തേണ്ടി വരികയോ നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാതെ വല്ലവരുടെ മുമ്പിൽ ചെന്ന് ക്ഷമാപണം നടത്തുകയോ ഒന്നും വേണ്ടല്ലോ. സത്യമാണ് എന്ന് കണ്ടാൽ അത് സത്യമാണ്. അത് ആ കേൾക്കുമ്പോൾ സുഖമില്ലാത്ത കുറച്ച് പേരേ കാണുള്ളൂ. പക്ഷേ പിന്നീട് ആ സുഖമില്ലാത്തൊരു എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയാം. അത് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ ആൻഡ് മല്ലിക സുകുമാരൻ, ഓക്കെ, അവർക്ക് 2 ആൺകുട്ടികൾ ജനിച്ചു. ആസ് എ പാരന്റ് ഇപ്പൊ നമ്മൾ ആരും നിശ്ചയിക്കുന്നില്ല ഇവര് നാളെ സിനിമയിൽ വരുന്നോ ഒന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. പക്ഷെ ഒരു അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് ഇവരെ ആരാക്കണം എന്നായിരുന്നു ചേച്ചിക്കും ചേട്ടനും ആഗ്രഹം? ഇവര് സൈനിക് സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. സൈനിക് സ്കൂളിൽ കയറിച്ചപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഭയങ്കര രസമായിട്ട്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം ആൺകുട്ടികൾ അവിടെ പഠിച്ചിരിക്കണം എന്നുള്ളത്. അവിടെ അതന്നെ അല്ല, അവിടെ അവരുടെ കരിക്കുലം മാത്രമല്ല നമ്മളെ, അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷനിൽ ഒരു സിസ്റ്റമാറ്റിക് രീതി ഉണ്ടല്ലോ. അവിടെ എല്ലാത്തിനും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനായിട്ട് നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും സ്പോർട്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും അല്ലാതെ. അപ്പോൾ അവിടെ ചെന്ന് ഓരോ വർഷവും ഇവർ പാട്ട് പാടുന്നു, രണ്ടുപേരും അഭിനയിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ നാടകമൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ അപ്പം ഞങ്ങൾ പോയിരിക്കും. അതുമാത്രം സുഖമായിട്ട് എത്ര ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും വരും. കാരണം ഞാനും പറയും മക്കൾക്കാണ്ടിലൊരിക്കലും അച്ഛൻ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോകാറുണ്ട്. പോകുമ്പോൾ ഇതുപോലെ പറയാറുണ്ട്, എനിക്ക് ഷാജി എടുത്ത് മാത്രമേ അത് പറഞ്ഞു, ഇവന്മാർ കറങ്ങി തിരിഞ്ഞ് സിനിമയിൽ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, പുള്ളി ഇങ്ങനെ കണ്ടിട്ട് പറയുക, കാരണം ഒരു സൈഡിൽ കൂടെ അഭിനയം, ഒരു സൈഡിൽ കൂടെ പാട്ട്, ഇതെല്ലാം ഈ കലകളെല്ലാം അവരുടെ മനസ്സിലുണ്ടെന്നറിയാം. അപ്പം അങ്ങനെയൊന്നും സുഖട്ടൻ വെറുതെ ഇതുപോലെയൊക്കെ ഡൈനിങ് ടേബിളിൽ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ എന്തോ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അന്നൊക്കെ സുഖട്ടൻ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞത്, രാജു ഫിലിം മേക്കിങ്ങിലായിരിക്കും, അവന് ഈ അഭിനയത്തിന് പോകുമെന്തോ, മറ്റവൻ ഉറപ്പാ അഭിനയിക്കും ഇന്ദ്രൻ എന്നാണ് ഒരു ഘട്ടം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ രാജു ഒരുപാട് പലർക്കും അറിയാത്തൊരു കാര്യം, സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവന് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുള്ള പുസ്തകങ്ങളോട് ഭയങ്കര ക്രൈസായിരുന്നു. ഇപ്പോൾ എൻ്റെ ബ്രദർ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ പോലും ഇങ്ങനെ മനോജ് നായിക് ശ്യാമളൻ്റെ ഒരു പുസ്തകമുണ്ട്, ഫിലിം മൊത്തത്തിലുള്ള ചലച്ചിത്ര ഇതിനെക്കുറിച്ചിട്ടുള്ള. അപ്പോൾ അതൊക്കെ കൊണ്ടുവരിക്കുക, അത് വായിക്കുക. അപ്പോൾ ഞാനും പിന്നെ ചേട്ടൻ അത് ഇങ്ങനെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം, മാമൻ അത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു താല്പര്യം കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പേ അവൻ കണ്ടമാനം പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, എൻ്റെ മോനായതുകൊണ്ടല്ല. അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവൻ ചിലപ്പോൾ ഈ സംവിധാനവും പ്രൊഡക്ഷനും ഒക്കെ ആയിരിക്കും ഈ പിന്നെ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റ് തുടങ്ങാനൊരു പരിപാടി വെച്ചപ്പോഴാണ് രാജു വരികയും നന്ദനത്തിൽ അഭിനയിപ്പിച്ചൂടെ. അപ്പോൾ ഞാൻ ഫെബ്രുവരി 14 പോവുകയാണ്. അയ്യോ അതിനു മുമ്പൊക്കെ ഷൂട്ടിങ് തീരും, നമുക്ക് ഞാൻ പറഞ്ഞു ഫെബ്രുവരി എന്നാൽ ശരി ഓക്കെ അഭിനയിക്കുന്ന മോനെ നോക്കാമെന്ന്. പിന്നെ ഈ നന്ദന അഭിനയിച്ച് തൊട്ടുപുറകെ മറ്റേ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, സാത്താൻ, ഇങ്ങനെ ഓരോ പടങ്ങൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഇവനിങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വരിക. ഞാനൊരു 2 വർഷത്തെ ലീവ് എടുത്ത് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്? അതല്ലേ ഇപ്പം നിനക്ക് ഇനി ഓറിയൻറ്റേഷൻ 9 മാസം കൂടെ പോകണമായിരുന്നു അപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അമ്മ വളരെ സ്നേഹത്തോടെ എൻ്റെ മോനോട്ട് കാര്യം ചോദിക്കാം, ഇതെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ച് നീ ഇവിടെ വരുന്നു, അങ്ങനെ നീ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടിംഗ് മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ മറ്റേ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്നു, വരുന്നു. വന്നപ്പോൾ തൊട്ട് നിനക്ക് പടങ്ങളാണ്. നീ ഈ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചൊരു ജോലിക്ക് പോവുമോ അതോ സിനിമ അഭിനയിക്കുമോ? അപ്പോൾ കാരണം ഞാനന്ന് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് അവനെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊരു 1 hour ടൈം തരുമോ? ഞാൻ പറഞ്ഞു 1 അല്ല 2 ആയിക്കോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്ന പിന്നെ തോന്നി അമ്മ സിനിമ വന്നാൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കും. ഞാൻ പറഞ്ഞു അപ്പം നിനക്ക് അഭിനയമാണോ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്, എനിക്ക് സിനിമയുടെ എല്ലാ മേഖലകളും നോക്കണം എന്ന് ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നത് അമ്മ പറഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുക സ്ക്രിപ്റ്റ്, പാടം പൂത്ത കാലം അതായിരുന്നു എൻ്റെ പേര്. അല്ല അത് ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ അതൊരു ഗ്രാമീണ കഥയൊക്കെയാണ്, അങ്ങനെ കുറേ വന്നു ഈ പറഞ്ഞ പോലെ. ഏതായാലും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മോനെ എല്ലാം നല്ല കാര്യം, അമ്മയ്ക്ക് എവിടെ ആണെങ്കിലും അമ്മയുടെ മക്കൾ നന്നായി വരിക എന്നുള്ളത്. പക്ഷേ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അതിനോടൊരു പാഷൻ വേണം. അപ്പോഴും ഇവൻ പറഞ്ഞു സിനിമയോട് എനിക്ക് വലിയ പാഷൻ അമ്മ, അതൊക്കെ സത്യം തന്നെയാണ്, എനിക്കത് പലതും പല ഫീൽഡും എനിക്ക് പരീക്ഷിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ അന്ന് $1 11 12 15 രൂപ വരെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അപ്പം വീണ്ടും നമ്മളൊരു $40,000 ഉണ്ടാക്കി നീ ഒരു 10 മാസം കൂടെ അവിടെ നിന്ന്
ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ മോനെ ഈ ഡിഗ്രി എന്തിനാ പഠിക്കുന്നത്? അമ്മയ്ക്ക് അത്രയും കൂടെ ലോൺ കൂടുമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഞാനിത് പറയണമെന്ന് വിചാരിച്ചു, അമ്മയ്ക്കൊരു സങ്കടം വരുമോ എന്നെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഒരു സങ്കടവും ഇല്ല, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം മാത്രം അവരോട് എഴുതി ചോദിക്കുക, ഇൻ കേസ് ഞാനൊരു 2 years ബ്രേക്ക് വന്നാൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ വന്നു 35 വയസ്സ് വരെ എപ്പോൾ വേണമെങ്കിലും. ഒന്നാമത്തെ കാര്യം ഇവനെ ആദ്യത്തെ ഇത് പഠിക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക അവാർഡ് ഉണ്ടായിരുന്നു അവരുടെ, അവന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അവിടെ. അപ്പോൾ അത് കാരണം അത് ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ സ്റ്റുഡൻറ്റ് പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു 35 വയസ്സിനുള്ളിൽ. അപ്പോൾ അവൻ്റെ കൂടെ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും 10-35 വയസ്സുള്ളവരൊക്കെയാണ്. 35 ഇയേഴ്സിനുള്ളിൽ വേണമെങ്കിൽ തിരിച്ചു വന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി അത്രയും സമയമുണ്ടോ? അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ ഇവൻ അഭിനയിക്കട്ടെ, അവൻ തന്നെ ഉണ്ടാക്കട്ടെ, ഇനി പഠിക്കേണ്ട കാശ് എന്ന് വിചാരിച്ച് ഞാൻ എന്നാ ശരി. അങ്ങനെ എന്നെ ഇറങ്ങി എൻ്റെ മോളെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവനങ്ങ് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി ഓരോരോ പടങ്ങളായിട്ട് വന്ന്. ഇന്ദ്രൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരു ടെലിഫിലിമിലാണ്, വിജി തമ്പിയുടെ, നമ്മുടെ അഭിരാമിയും ഇന്ദ്രനും കൂടെ. അപ്പോൾ അതെന്തായിരുന്നു, ആനി ഈ പറഞ്ഞ അങ്ങനെ ഒരു പേരായിരുന്നു തോന്നുന്നത്. അപ്പോൾ അത് അഭിനയിച്ച് കഴിഞ്ഞപ്പം ഈ വീഡിയോ ഫിലിം വിനയൻ കാണുക. അപ്പോൾ വിനയൻ അന്ന് 2 പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആണ്, അതെ, ഊമപ്പെണ്ണന് ഉരിയാട പയ്യൻ. അപ്പോൾ നായിക കാവ്യം മറ്റുമായിരുന്നു, ജയസൂര്യയും ഇന്ദ്രനും 2 കഥാപാത്രങ്ങൾ. അപ്പോൾ അത് അഭിനയിച്ചു. പക്ഷേ ഇന്ദ്രൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇന്ദ്രൻ ഓൾറെഡി എംപ്ലോയിഡ് ആയിരുന്നു. ഇന്ദ്രൻ ഡിസ്റ്റിങ്ഷനോടുകൂടി മറ്റേ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായിട്ട്, ഞങ്ങളുടെ ചേട്ടൻ തന്നെ അമേരിക്കയിൽ ഒരു ഉണ്ടായിരുന്ന ഒരു കമ്പനി നെക്സേജ് ടെക്നോളജീസ് പറഞ്ഞാൽ അതിൻ്റെ മദ്രാസിൽ അവരുടെ ഓഫ് ഷോർ സെൻറ്റർ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുകയും അവിടെ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അവന് മാമന് ഒരു പിടുത്തമുള്ള കമ്പനിയിൽ നിന്നൊരു ധൈര്യമുണ്ട് മനസ്സിൽ, ഞാനിതൊന്ന് അഭിനയിച്ചോട്ടെ. അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ശരി പോയിക്കോ. അപ്പോൾ ചേട്ടൻ ഞാൻ ഓട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് പറയാവുന്നവരല്ലേ, തിരിച്ച് കയറാ, ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവൻ ലീവ് എടുത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോലിക്ക് കയറി 7-ാം മാസമാണ് ഈ ഊമപ്പെണ്ണ് വരുന്നത്. അങ്ങനെ അവനെ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ അവനും ഇരിക്കാൻ തന്നെ അല്ല, അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കുറെ കൂടെ ഇവിടെ ഞാൻ സക്സസ്ഫുൾ ആകും എന്നൊരു തോന്നൽ 2 പേരും പറയാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഈശ്വരൻ വിധിച്ചത് അതാണ് നമുക്ക് ഭഗവാനോട് പറയാലോ. സത്യം. പക്ഷെ ഞാൻ ഇന്നും വിചാരിക്കുന്നത് ഈ സൈനിക സ്കൂളിലെ പഠിത്തവും ഈ കോളേജിലെ പഠിത്തവും പ്രത്യേകിച്ച് രാജുവിന് ഓസ്ട്രേലിയയിലെ പഠിത്തവും എല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ജീവിച്ച് പഠിച്ചു, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഇത് കുറച്ച് എല്ലാ കാര്യങ്ങളും ഇടപെടുക, ഒരുപാട് വായനാശീലം, അതുകൊണ്ട് സുഖം തന്നെ പഠിപ്പിച്ച് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ അതെല്ലാം വലിയൊരു ലൈബ്രറി ഉണ്ട്. 2 പേരും വായിക്കും. ഇപ്പം ഇന്ദ്രനും രാജു ഒരുപോലെ വായിക്കുന്നുണ്ട്. അന്നൊക്കെ ഇന്ദ്രൻ കൂടുതലും പാട്ടും ഒക്കെ ആയിരുന്നു, രാജു കൂടുതലും പുസ്തക വായനയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം 2 പേരും എല്ലാം ഉണ്ട്, രാജു പാടുന്നുണ്ട്. ചേച്ചി ഇനി ഒരു കുശുമ്പ് ചോദ്യം ചോദിക്കട്ടെ, 2 പേരുടെ അഭിനയത്തിൽ ബെസ്റ്റ് ചേച്ചിക്ക് ഇഷ്ടമായത്? എൻ്റെ അമ്മ ഇത് പണ്ട് ആരാണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എൻ്റെ അടുക്ക വന്നിട്ട് ചേച്ചി വലത്തെ കണ്ണാണോ ഇടത്തെ കണ്ണാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെ ഞാൻ തിരിച്ചു ചോദിച്ചു. അതല്ല അമ്മയായിട്ട് നോക്കണ്ട, അല്ലാതെ ഇല്ല 2 പേർക്കും ഒരു 2 സ്റ്റൈലാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ തീരെ യങ്സ്റ്റേഴ്സിന് പക്ഷേ പൃഥ്വിയുടെ ഒരു നിറവും ഗ്ലാമറും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിക്കുന്നത് എനിക്കറിയാം, എന്നോട് തന്നെ പറയുന്നവരുണ്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹീസ് എ വെരി ഗുഡ് ആക്ടർ, നല്ല നടനാണ് ഇന്ദ്രൻ. എനിക്ക് ഈ പടത്തിനകത്തൊക്കെ ഈവൻ ഷാജിയുടെ പടത്തിൽ പോലും ഞാൻ പറഞ്ഞത് അസലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ പക്ഷേ ആദ്യമേ തന്നെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടാണ് ഒരു ഹീറോയിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോ മാത്രമായിട്ട് നിൽക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് അതുകൊണ്ടായിരിക്കാം. രാജു റൈറ്റ് ഫ്രം മൂവി നമ്പർ 1 അതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു പോയി. അപ്പോൾ ഒരു നായകൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ചെറുപ്പക്കാർ കൂടുതൽ ഉള്ളിലേറ്റിരിക്കുന്നത് പൃഥ്വിരാജിനെ ആണെങ്കിലും ഞാൻ എവിടെങ്കിലും ഒന്ന് പുറത്തു പോയാട്ടെ എല്ലാവരും പറയൂ എൻ്റെ ചേച്ചി ഇന്ദ്രൻ എന്തോ ഒരു നല്ല നടനാണ്. പിന്നെ അവൻ്റെ ഒരു സോഫ്റ്റ് രീതി ഉണ്ടല്ലോ. ഞാനും ഇന്ദ്രനെ ഇങ്ങനെ ആരെങ്കിലും കണ്ട 1/2 മണിക്കൂർ ചിലയ്ക്കും. സുഖേട്ടനും നമ്മുടെ ഇളയ മോനും അതെ വലിയ. അപ്പം ഞാൻ ചോദിക്കും അയ്യോ സത്യം നമ്മുടെ ദാസേട്ടൻ്റെ പ്രഭാവം ഇരിക്കുക ഞങ്ങളുടെ വീട്ടിൽ വന്നേ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിലയ്ക്കുക. അപ്പോൾ അതൊരു നല്ല തമാശ. അപ്പോൾ സുഖേട്ടൻ അതെ ദാസേട്ടൻ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സുഖേട്ടാ ഞാനിങ്ങനെ സംസാരിച്ചു. സുഖേട്ടൻ എന്താ എന്നൊക്കെ പറഞ്ഞ് 3-4 മൂളി വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ എന്നെ എടുത്ത വായിലെ സുഖേട്ടൻ. ഇപ്പം നീ സംസാരിച്ച ശൈലി ഞാനും കൂടെ സംസാരിക്കണമെങ്കിൽ ഒരുപക്ഷെ വീട്ടിലാരും വരാത്തൊരവസ്ഥയായി. ഇപ്പോൾ അത് ഒഴിവാക്കാനും അയ്യോ സത്യമായിട്ട് പറഞ്ഞതാണ് എൻ്റെ മോളെ.
സുഖമായിട്ട് എന്നോട് പറഞ്ഞതാ, ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിച്ചാൽ വലിയ വലിയ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഒരു ഇടവേള പ്രഭയ്ക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടായിരുന്നതാണ്. പിന്നെ മരുമക്കളെ പറ്റി ചേച്ചി എന്ന് പറയും. പൂർണിമ ശരിക്കും നല്ലോണം വർത്താനം പറയുന്ന അതെ 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 അതെ, വെരി ട്രൂ വെരി ട്രൂ. പൂർണിമ ഇതുപോലെ കേട്ടോ. ഇപ്പം ഞാനും എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. പൂർണിമ കുറച്ച് ആര് വന്നാലും കുറച്ച് ഇപ്പം ഈ ഇടയ്ക്ക് എനിക്കൊരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പാടുന്ന എന്ത് രസമായിട്ട് അവിടെ എല്ലാവരും പാടുന്നത്. ഞാനിങ്ങനെ അതിശയിച്ചിട്ടുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, ഒരാൾ ഡോക്ടറാണ്, ഡയബറ്റിക് ഡോക്ടർ. അത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ക്ലബ്ബിൽ പ്രൊഫഷണൽ സിംഗേഴ്സ് ആരുമില്ല, മറ്റുള്ള അമച്വർ സിംഗേഴ്സാണ്. പക്ഷെ അവരെല്ലാം വലിയ വലിയ ജോലിയിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും വന്ന് പാടും. അപ്പോൾ അതിൽ 2-3 പേര് എറണാകുളത്ത്, ഞങ്ങളിപ്പോൾ കൊച്ചി തുടങ്ങി CMC, ഇത് TMC ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് വന്നപ്പം പൂർണിമയുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുപോയി അവരൊക്കെ എന്നോട് പറയാം, ചേച്ചിയെപ്പോലെ അല്ലേ മൂത്ത മരുമോള്, ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് എല്ലാവരോടും അവരുടെ മക്കളൊക്കെ ഭയങ്കര സ്നേഹം. അപ്പോൾ ഞാൻ പൂർണ്ണിമയെടുത്ത് പറഞ്ഞു, മോളെ അവർക്ക് അങ്ങ് പിടിച്ചു. അങ്ങ് നേരത്തെ പരിചയമുള്ളവരൊക്കെ അങ്ങ് സംസാരിക്കും. മറ്റദ്ദേഹം ഇല്ലേ ഒറ്റയ്ക്ക് ഡൽഹിയിലൊക്കെ ജീവിച്ച് വളർന്ന് ഒന്ന് ഈ കാര്യം പറഞ്ഞാൽ ഒരു ദിവസം ഒന്ന് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കറക്റ്റായിട്ട്. അതുവരെ ഒരു ഇച്ചിരി എവിടെയാണ്, ഓക്കെ അത് ശരിയാ, ഇങ്ങനെയൊക്കെ ഒരു അവിടെ ഇവിടെ രാജുവിൻ്റെ കൂട്ടാ. പിന്നെ സെക്കൻഡ് ഡേയും കൂടെ അവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് വരും. അത് ഈ ഒരു 3-4 ദിവസം പിടിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജിത്തിന്റെ വർത്താനം ഇല്ലായ്മ പൂർണിമ കംപ്ലീറ്റ് ബാലൻസ് ചെയ്തോളൂ. അല്ല, ഇന്ദ്രജിത്ത് വർത്താനം ഇല്ലാത്ത ആളല്ല. രാജുവിന് കോമ്പൻസേറ്റ് ചെയ്യാൻ സുപ്രിയയെ കുറെ കൂടെ ഒന്ന് സ്ക്രൂ ചെയ്യും. രാജു വർത്താനം പറയും, സുപ്രിയ ഇച്ചിരി കുറവ്. അപ്പൊ രണ്ടുപേർക്കും ബാലൻസിങ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ചേച്ചി, ഫാമിലി ഓക്കെ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ചേച്ചീനെ കുറച്ചുകൂടെ ഞാൻ റോൾ മോഡലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ചേച്ചി യു ആർ ആൻ ഓൺട്രപ്രനർ. അതായത് ചേച്ചി ദോഹയിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ നാട്ടിലെങ്ങുമല്ല, അന്യനാട്ടിൽ. അപ്പം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി എളുപ്പമൊന്നുമല്ല ഈ ഒരു കാര്യം. റെസ്റ്റോറൻറ്റ് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതൊരു ലൈവാണ്, ഒരു തുണിക്കട പോലെ ഒന്നുമല്ല. നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക, കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തത്. ചേച്ചി അത് എങ്ങനെയാ, ഹൗ യു ബിക്കെയിം ദാറ്റ് ഓൺട്രപ്രനർ? അത് തുടങ്ങിയത് മാത്രമല്ല, അത് പിന്നെ 4 ബ്രാഞ്ചസായി, പിന്നെ 2 കോഫി ഷോപ്പായി, 6 അങ്ങ് പടർന്ന് പന്തലിച്ചു. അത് തുടങ്ങിയത് എന്താ വെച്ചാൽ, എനിക്ക് അതിനകത്ത് ഒരുപാട്, എനിക്ക് ഖത്തർ നിവാസികളായ മലയാളികളോട് ഒരുപാട് കടപ്പാടുണ്ട്. അവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റിലെയും മലയാളികളായ ഉദ്യോഗസ്ഥരുണ്ട്. കാരണം എൻ്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയാം. അവിടെ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ലൈനൊക്കെ റെസ്റ്റോറൻറ്റിൽ എടുക്കണമെങ്കിൽ സ്കെച്ച് വരച്ചു കൊടുത്ത് ഗ്യാസ് പൈപ്പ് എങ്ങനെ പോകുന്നു, അത് ഭയങ്കര അവരുടെ ഇതൊക്കെ തന്നെ. കാരണം ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവിടെ. ചില അലാംസ് അതൊക്കെ നിർബന്ധമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ലൈസൻസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് കിട്ടാൻ താമസിക്കും. ജനുവരി 11 ഉദ്ഘാടനം വെച്ചു. എനിക്കറിയില്ലായിരുന്നു ഇത്ര താമസം വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പേരും പറയാൻ എനിക്കൊരു മടിയില്ല, കുര്യാക്കോസ് സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മലയാളിയാണ്. പക്ഷേ എനിക്ക് മലയാളിയൊന്നും അറിയില്ല കേട്ടോ. ഞാനവിടെ ചെന്ന് ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഞാൻ സബ്മിറ്റ് ചെയ്ത് എൻ്റെ കോപ്പി ഇതൊക്കെ ആയിട്ട് കയറി, ഇതാരായി? അപ്പോഴേ എൻ്റെ മനസ്സങ്ങ് തണുത്തു. ഞാൻ വിചാരിച്ചു വല്ല അറബികളൊക്കെ ആണെങ്കിൽ ഞാൻ ഏത് ഭാഷയെ പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? എന്നിട്ട് ഞാൻ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ ചെന്ന് അവസാനിക്കണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഞാൻ ചേച്ചി ഇരുന്നാട്ടെ கொஞ்சம் വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇതെല്ലാം കൊടുത്തിട്ട് ഒരു മാസത്തോളമായി. എന്തോ ഒരു സ്കെച്ചും കൂടെ വേണമെന്ന് അവർ പറഞ്ഞ് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഡിസംബർ ഏതാണ്ട് 20-22 എനിക്ക് ജനുവരി 11 ഇത്രയേ ഉള്ള കാര്യം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു ഹെഡ്. ധൈര്യമായിട്ട് പോയാട്ടെ, ആരെവിടെങ്കിലും ഹോട്ടലിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആ പണിസ്ഥലത്ത് ഉണ്ടാവാൻ പറയണം. ഈ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും Monday to Thursday ഞങ്ങൾ വരും. വന്നു. എൻ്റെ മോളെ സത്യം പറയാണ്, അന്ന് കിട്ടി കണക്ഷൻ, അന്ന് അടുപ്പെല്ലാം കത്തിച്ചു. എനിക്കുണ്ടായ ഒരു സന്തോഷം. അതും അന്യനാട്ടിൽ നമുക്ക് ഭാഷ. ഈ അനുഭവം ഒരു സ്ഥലത്തുനിന്നല്ല. ഞാൻ വെറുതെ ഒന്ന് ചെക്കപ്പിന് വെറുതെ ശരി നമുക്ക് ഇച്ചിരി ഡയബറ്റീസ് വെക്കണം നോക്കിക്കളാന്ന് പറഞ്ഞ് ഹമദ് ഹോസ്പിറ്റലിൽ ചെന്നാലും മൊത്തം മലയാളികൾ. ഞാൻ താമസിക്കുന്ന ഗറാഫ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ, എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു ഹിസ് എക്സലൻസി ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ തയ്യബ്. അപ്പോൾ ഷെയ്ഖ് ഫൈസൽ എന്നൊക്കെ പറഞ്ഞാൽ
അവർ രാജകുടുംബത്തിൻ്റെ ഇതൊക്കെയാണ്. അവർ അദ്ദേഹത്തിൻ്റെ വൈഫ്, 2 പെൺമക്കൾ, ആൺകുട്ടികളാണ് പിന്നെല്ലാം. എന്തൊരു സ്നേഹമാണ്. പൂർണ്ണിമയ്ക്കൊക്കെ അറിയാം. ഇവർ മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങളെ അവിടെ വിളിച്ച് ഭക്ഷണം തരികയും പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട്. ഈ ഡേറ്റ്സിൻ്റെ വലിയ ഇതൊക്കെ ഉണ്ട്, ഫാമൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഹോംലിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്താ അവിടെ ഇത്ര സ്ഥാനം. ഇപ്പോൾ ഈ മോള് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മൾ എവിടെയെങ്കിലും മനുഷ്യന് മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയതിൻ്റെ പ്രതിഫലം ദൈവം തരുന്നതായിരിക്കും. ഷേഖ മഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അത് ഷേഖ മഹയും മക്കളും ശരിക്കും ഒറിജിനലി അവർ ഈ പറഞ്ഞ എൻ്റെ തൊട്ട് അവിടുത്തെ റൂളറുടെയൊക്കെ ഫാമിലി തന്നെ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ വലിയ സ്നേഹമായിട്ട് ഷേഖ മഹയൊക്കെ കൊണ്ട് ഇരുത്തി. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഈശ്വര, ഇവർക്കൊക്കെ എന്നോട് നമ്മുടെ കേരളത്തിലൊക്കെ ഒന്ന് ചിരിക്കാൻ എന്തൊരു പാടാ. മക്കളൊക്കെ സുഖമാണല്ലേ എന്നൊക്കെ ഉള്ളൊരു മട്ടിലല്ലേ കാണിക്കുന്നത്. സത്യം എനിക്ക് ട്രെയിനിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് ചാനലിലാണോ അതോ എഴുതിയതാണോ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൂടെ ട്രെയിനിൽ വരികയാണ് ഒരു ഫാമിലി. അപ്പോൾ ആദ്യമേ ഈ മകള് പറഞ്ഞു മല്ലികാസുമാരൻ, മല്ലികാസ് പറഞ്ഞു. വൈഫിനൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാനൊന്നും മിണ്ടാത്ത പോലെ ഇരുന്നു. പിന്നെ പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പുറത്ത്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അയ്യോ കണ്ടു കാണാൻ വഴിയില്ല. എവിടെ വർക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. അപ്പം പറയും പുള്ളിയുടെ മുഖം അങ്ങ് മാറി. ഇംഗ്ലീഷിലൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്ത് അവിടെയൊക്കെ വർക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പരിചയം കേട്ടോ, കണ്ട് നല്ല പരിചയമുണ്ട്. ഇത് ആരെങ്കിലും ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ? ഓ ആരുമില്ല സാറേ. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഒന്നുമില്ലെങ്കിൽ ഇയാൾ ഇത് പറയുന്നത് ഞാൻ കാണരുതായിരുന്നല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫിന് മനസ്സിലായി ഞാൻ ഇയാൾക്ക് ഇട്ട് കുത്തുവാന്ന്. പുള്ളിക്കാർ ചെയ്തിരുന്നു ചുമ്മാ എന്തോന്ന് ചേച്ചി ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ ചേച്ചിയല്ലേ. ഞാൻ മോളെ അങ്ങനെ തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു, മല്ലികാസുമാരല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മടിയില്ല. അതെ എന്താ സാറിന് ഞാൻ ചോദിച്ചതിന്, എവിടെയോ കണ്ടു, എവിടെ വർക്ക് ചെയ്യുന്നു, ഈ തരം നമ്പറൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത്. ഞാൻ ഇതുപോലെ അതെ അതെ ഞാൻ പറഞ്ഞു എത്ര കാലം കൊണ്ട് ഞാനൊരു 10 ഓണമെങ്കിലും കൂടുതലുണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ അതനുസരിച്ച് സംസാരിക്കുക. കൊച്ചു പിള്ളേരോട് കാണിക്കുന്ന അഭ്യാസമൊന്നും ഞങ്ങളോട് കാണിക്കും. ഓ അങ്ങേരെ ഇറങ്ങാൻ നേരത്തെ മേഡം സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയ്യോ സോറി ഒന്നും പറയണ്ട, ചുമ്മാ നമ്പർ ഇട്ടാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അതനുസരിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അതേസമയം നമ്മൾ അവിടെ ചെല്ലണം. ഞാനൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ സകല മലയാളികളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങൾക്ക് പാർട്ടി ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വെഡ്ഡിങ് ആനിവേഴ്സറിയോ. നമ്മുടെ വലിയ ചേച്ചിയുടെ എന്തൊരു സന്തോഷം അവർക്ക്. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഒരു പരസ്പര സ്നേഹവും ബന്ധങ്ങളും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോകണ്ടാവോ, പിന്നെ വേറെ എത്ര ഹാള് കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ശരി, ഇത്രയൊക്കെ പ്രായമായി സിനിമയൊക്കെ വിട്ട് അവരവിടെ വന്ന് കിടക്കുന്നു. അവർക്കൊക്കെ ആ ഒരു രീതിയാണ് സ്നേഹം. പിള്ളേര് നല്ല സപ്പോർട്ടായിരുന്നു ചേച്ചി സ്റ്റാർട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ബോറടിക്കുന്നു മനേത് ഈ പറഞ്ഞതുപോലെ. ഇപ്പോൾ എനിക്ക് പിന്നെ ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ ഈ പാചകത്തിൻ്റെ ഒക്കെ ഈ പറഞ്ഞതിൻ്റെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ മോളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കും. ചേച്ചി ശരിക്കും ചേച്ചിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ ചേച്ചി റെസ്റ്റോറൻറ്റ് ഫീൽഡ് തന്നെ? അല്ല തീർച്ചയായിട്ടും പാചകത്തോട് ഇഷ്ടമാണ്. ഇപ്പോഴും അതെ. എൻ്റെ മക്കൾ 2 പേരും വീട്ടിൽ വരുന്ന ദിവസം ഞാൻ അടുക്കളയിലുള്ളവരോട് കൊടുക്കത്തില്ല. അയ്യോ അപ്പം പറയും, അല്ല സുകുമാര സാറിൻ്റെ മോനുണ്ടല്ലോ ഒരാൾ, പൃഥ്വിരാജ്, ഇതാരാമേ സത്യം പറ ഉണ്ടാക്കിയത് അമ്മയല്ലേ എന്ന്. അയ്യോ കഴിച്ചു നോക്കിയിട്ട് പറയും. അപ്പൊ ഭയങ്കര പാചക ശിരോമണി, പാചക വിദഗ്ധ. ആ ചേച്ചിയുടെ മുമ്പിലാണ് ഞാൻ ഇന്ന് ഇത് കൊടുക്കാൻ പോകുന്നത്. അയ്യോ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ചേച്ചി ഇന്ന് നമ്മുടെ പ്രേക്ഷകര് അറിയാം, ഇന്ന് ചേച്ചി വിലയിരുത്തും. ശരിക്കും ചേച്ചി ഈ നല്ല മീൻകറി, ഇനി അഭിപ്രായം ചോദിക്കട്ടെ, പറയൂ. സത്യം നല്ല മീൻകറി, നല്ല നാടൻ കറി. ഇതാണ് കപ്പയുടെ കൂടെ കഴിക്കേണ്ടത്. ഇതിന്റെ കൂടെ ചൂട് ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ? കട്ടൻ ചായ ആയാലും മതി. കറക്റ്റാണ്. ഇപ്പൊ ചോദിക്കരുതേ, വേണ്ട. ചേച്ചിയോടാകുമ്പോ എനിക്ക് എന്നാ വേണേലും ഫ്രീ ആയിട്ട് പറയാലോ. ഞാൻ ശരിക്കും സീമാമ്മയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരൊക്കെ പറഞ്ഞു മല്ലിക ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് പഞ്ചപാവായിരുന്നു. മല്ലിക ചേച്ചി അധികം വർത്താനൊന്നും അധികാരോടും പറയത്തില്ല എന്നൊക്കെ. ഇത് ശരിക്കും അതിൻ്റെ ഇടയിൽ സുവർണ്ണ എപ്പോഴാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു? സത്യം ഇത് എന്നോട് ഭാരതിയാണ് ആദ്യം ചോദിക്കുന്നത്. இந்த ஆளு பிரேமமா
காதலிக்கிறாங்களா உன்னையா காதலிக்கிறது எப்படின்னு இவனுக்கு தெரியுமா அம்மா എന്ന് ചോദിച്ച ആൾ ഭാരതിയാണ് ആദ്യം. ഞാൻ എന്തോന്ന് ഭാരതി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നിങ്ങളെയൊക്കെ കൂടെ കാതലിച്ച് അല്ല തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാതലിച്ച് അഭിനയിച്ച് ഒറിജിനലി കാതലിക്കാൻ അങ്ങേർക്ക് അറിയാം എന്നവരെ ഞാൻ പറഞ്ഞ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ സുഖേട്ടന് അങ്ങനെ ഈ പച്ചയ്ക്ക് അല്ല, ഒരു കണക്കിന് ഇപ്പോഴത്തെ കാലത്ത് സുഖേട്ടനൊക്കെ മുമ്പേ പോയതായിരിക്കും. ഇപ്പം എല്ലാം പബ്ലിക്കാണല്ലോ, എല്ലാവരും ഒന്നിച്ച് ഭാര്യയും ഭർത്താവ്. ഇത് സുഖേട്ടനൊക്കെ നമ്മളെങ്ങാണ് കയറി കൈ പിടിച്ചോണ്ട് നടന്നു നോക്കിയേ. എൻ്റെ സംശയമുണ്ടോ ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വ്യക്തിയെ ഒന്ന് അത് ആ പഴയ മൂപ്പിലാന്മാരുടെ ഒരു രീതി അദ്ദേഹത്തിന്. എല്ലാം ഞാനൊരു ദിവസം എനിക്ക് നല്ല അല്ല അതാ ഞാനൊരിക്കലും ഒരു ദിവസം എവിടെ പോകാൻ നേരത്തെ എൻ്റെ ജോലിക്കാർ പറഞ്ഞു, അയ്യോ ചേച്ചി ആ സാരിയുടെ ഫോള് വെച്ചെടുത്ത് പുറത്ത് സാരി ഇങ്ങനെ തേച്ചപ്പോൾ പുള്ളിതാണ് ഒരു ചെറിയ ഓട്ടമുണ്ടല്ലോ. ഞാൻ അയ്യോ സുഖമായിട്ട് 5 മിനിറ്റ് എനിക്ക് സാരി എന്ന് പറയാം. എന്താ കാര്യം? ഞാൻ ഓ പിന്നെ മല്ലിക സുകുമാരന് വേറെ സാരി ഇല്ലാത്തതുകൊണ്ട് അവരാണ്ട് അവിടെ ശകലം പുള്ളിയിരിക്കുന്ന സാരി എന്ന് ആരും പറയട്ടെ, നീ വണ്ടിയിലോട്ട് കയറ്. എന്താ പറയാമെന്നറിയോ? അയ്യോ അവരറിഞ്ഞില്ലയോ എന്തോ ആ സാരിയുടെ അവിടെ നിന്ന് ശകലം ഒരു ചെറിയ ഓട്ട വന്നത് എന്നേ ചോദിക്കുള്ളൂ. ആ വേഷം മാറാൻ പോലും സമ്മതിക്കുകയില്ല. എന്ത് ക്യാരക്ടറല്ലേ സുഖേട്ടന് ശരിക്കും. ചേച്ചി നേരത്തെ പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യൻ. നീ അങ്ങനെ ചിന്തിക്ക്. ഇവർക്ക് വേറെ സാരി ഇല്ലാത്തതുകൊണ്ടാണ്ട് അവിടെ ശകലം പുള്ളിയെ സാരി കൊടുത്തെന്ന് ആരും പറയത്തില്ല, അവരത് അറിഞ്ഞു കാണത്തില്ല കേട്ടോ എന്നേ പറയുള്ളൂ. എൻ്റെ മല്ലിക ഇരുട്ടത് ഇതൊന്നും ആരും നോക്കാൻ പോകുന്നില്ല, വണ്ടിക്കകത്തോട്ട് കയറി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അങ്ങനെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം. അപ്പോൾ കാലം മാറിയതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവവും ജീവിതശൈലിയും അതിനോട് എനിക്ക് യോജിപ്പേയില്ല. ഞാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട സ്നേഹവും ബഹുമാനവും സത്യം പറയാം എനിക്ക് എല്ലാവരോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് കക്ഷി ഭരിച്ചാലും ശരി ഞാനവിടെ ചെന്ന് കയറുമ്പോൾ ചേച്ചി വന്നാട്ടെ ഇരുന്നാട്ടെ എന്നല്ലാതെ ഒരാളും ഒരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ പുച്ഛിച്ചോ ഒന്നും എന്നോട് പെരുമാറിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. അത് ഉത്തരം എപ്പോഴാണ് അതാ. അപ്പം അങ്ങനെ വന്നപ്പോൾ സുഖേട്ടൻ്റെ രീതി വെച്ചാൽ വളരെ അങ്ങനെ പച്ചയ്ക്ക് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നൊന്നും പറയാൻ അദ്ദേഹത്തിന് കിട്ടത്തില്ല, ജന്മത്ത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഇരുന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ വിഷമമൊക്കെ ഞങ്ങൾ നിഴലേ നീ സാക്ഷി ബേബി സാർ സംവിധാനം ചെയ്ത പടം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ, അച്ഛനെ അമ്മയൊക്കെ ഒന്ന് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിക്കാതെ മനസ്സിനൊരു സുഖം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം ഉപദേശിക്കുന്നത്. അപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഉപദേശിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മറ്റാരും പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, എൻ്റെ അച്ഛനെയൊക്കെ ഒന്ന് പോയി കാണണമല്ലോ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹമാണ് വളരെ സജീവമായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ച് എന്നെ വീട്ടിലാക്കി അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ആക്കിയിട്ട് പോയിട്ട് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ നെല്ലിയാമ്പതിയിൽ കണ്ണുകൾ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് വന്ന് സാധാരണ ഒരാൾ വരുന്ന പോലെ വന്ന് കല്യാണം ആലോചിക്കുന്നു. നല്ല രസമായിരുന്നു. അതൊക്കെ ചെയ്യാം. ആലോചിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ വാചകം, കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ആങ്ങളമാർ വരും, അച്ഛനും വരും, പെങ്ങളും വരും, അമ്മയെ 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു എന്താ കാര്യം? അമ്മ ചിലപ്പോൾ കോംപ്രമൈസ് ആവാൻ 2-3 ദിവസം എടുത്തെന്നില്ല, കാരണം വേറെ ഒരുപാട് കല്യാണം ആലോചിച്ചു അമ്മ, ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വളരെ തുറന്ന ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നതാണ് വരെ പറയുന്നത്, സൂനെ പോലെ തുറന്ന് സംസാരിക്കുന്ന ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയായിരുന്നു സുഖേട്ടനും. ഉള്ള കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഫോണിൽ കൂടെ ഉള്ളൂ. അതും എങ്ങനെയാ ഈ സ്നേഹമല്ല. കൊള്ളാം സ്നേഹം. ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒന്നിച്ചൊന്ന് പോയി, എന്നാൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സ്റ്റൈൽ പോലെ എന്തൊക്കെ ഒന്നുമില്ല സുഖേട്ടാ, പിന്നെ എനിക്കല്ല അവിടെ നമുക്കില്ലേ സിനിമയൊന്നും കാണാൻ. സിനിമ കാണാൻ പറഞ്ഞാൽ അയ്യോ ഈ സിനിമ കാണണ്ടെന്ന് തോന്നിപ്പോവും ആ പറച്ചിൽ. അല്ല ഗൗരവം അങ്ങനെയാണ്. സിനിമ കാണാൻ സമയമുണ്ടല്ലോ, ഇന്നലെ കണ്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലും ശരിയടി നമുക്ക് പോയി കാണാൻ. പക്ഷേ ആ രീതിയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഈ ഒരുപാട് അങ്ങ് കൊഞ്ചരുത് ആണുങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായം പറയുക, ആണുങ്ങളായിട്ട് നിൽക്കുന്നതിനോടായിരുന്നു എനിക്കൊരു ബഹുമാനം. യോ മോളെ ഞാൻ നിന്നെ കൊണ്ടുപോയി ചക്കര അതൊക്കെ പറഞ്ഞ കള്ളത്തരം കേട്ടോ, സത്യമായിട്ടുള്ളത്. അതൊക്കെ വെറുതെ ചുമ്മാ അങ്ങനെയൊക്കെ വല്ലവരും പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് പകുതി അഭിനയമായിരിക്കും. ഞാൻ എപ്പോഴും പറയും ചേച്ചിയുടെ ഈ ഒരു രീതി, ഓരോരുത്തരോടും സംസാരിക്കുന്നത്, പെരുമാറുന്ന രീതി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേച്ചിയിൽ നിന്നും പഠിക്കാനുണ്ട്. അത് ഒരിക്കലും ഇപ്പം വലിയ ചേച്ചിയുടെ പഠിക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് നിങ്ങളിത് എന്താ പറയുക, നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേച്ചിയുടെ ഓരോ ക്യാരക്ടർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ഒരു തുള്ളിക്ക് പോലും നഷ്ടമില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. അത് അനിയെ പറ്റി പറയാനുണ്ട്. ആ ഒരു വർത്താനം എന്നതാ ചേച്ചി ഇതൊക്കെ പറഞ്ഞോട്ടൊരു വരവ്. ചേച്ചി ഞാൻ ഒരു ചെറിയ രീതിയിലും ചേച്ചി പറയുന്ന പോലെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മലയാളി പ്രേക്ഷകരോടും പറയും. നമ്മൾ അമ്മമാരുടെ ചുമതലയാണ് അത്. അടുത്ത ജനറേഷനിലേക്ക് നമ്മുടെ കൾച്ചറും ട്രഡീഷനും റിലേഷൻസ് വാല്യൂയും ഇതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഈ സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞാൻ പറഞ്ഞതാ, എനിക്ക് അച്ഛനമ്മമാരോടൊരു വലിയ അപേക്ഷയുണ്ട്. എല്ലാ അധ്യാപകരും പഠിപ്പിച്ചോളൂന്ന് പോലെ ഇരിക്കരുത്. നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ വീട്ടിലെ രീതികൾ, നിങ്ങളെങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നു, ഇത് കുഞ്ഞുങ്ങളെ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക. മോനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ മോളെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, നീ നാളെ വേറൊരു വീട്ടിൽ പോകേണ്ട കുട്ടിയാണ്. അവിടെ എൻ്റെ അമ്മയുണ്ടല്ലോ, പറഞ്ഞാൽ വിശ്വസിക്കില്ല, സുഖേട്ടൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ എടപ്പാളിൽ പോവുക. അപ്പോൾ അവിടെ ഈ മൊളോഷ്യം എന്ന് പറഞ്ഞൊരു കറി ഉണ്ടല്ലോ, തേങ്ങ അരയ്ക്കാതെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരി. എൻ്റെ അമ്മ മൂത്ത ചേച്ചിയുടെ നാത്തൂനെ വിളിച്ച്, അല്ല പത്മിനി, ഈ മൊളോഷ്യം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ഈ പെരുമ്പാറ് കായും കൂടി അല്ലേ, എന്നിട്ട് വെച്ചിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണ, എന്നിട്ട് എനിക്ക് പഠിപ്പിക്കുക. എന്താണെന്നറിയോ, ഒരു കാര്യം ഞാൻ മോളോട് പറയാം, സുവിൻ്റെ അച്ഛനും ഒക്കെ വലിയ ഇഷ്ടമാണത്. അവിടെ ചെന്ന് അണിഞ്ഞൂടാ എന്ന് പറഞ്ഞിരിക്കല്ലേ എന്ന് എൻ്റെ അമ്മ പറഞ്ഞ വാചകം ഇന്നും ഞാൻ ഓർക്കുന്നു. പാവം മരിച്ചു മോള് നിൽക്കുന്നു. മോളെ അതല്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാമേ, ഞാനത് വെച്ച് നോക്കാം, എന്തെങ്കിലും ഇച്ചിരി കുഴപ്പമുണ്ടെങ്കിൽ അമ്മ എനിക്കൊന്ന് കറക്റ്റ് ചെയ്ത് തരണേ എന്നേ പറയാവൂ. അങ്ങനെ ചെന്ന് കയറുമ്പോഴാണ് നീയും നന്നാവും, നിൻ്റെ കുടുംബവും നന്നാവും, ആ കുടുംബവും എപ്പോഴും പറയുന്നൊരു വാചകം. അപ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ സത്യം. ഈ പറഞ്ഞത് തന്നെ ഇപ്പോഴത്തെ എന്നെപ്പോലെ ജനറേഷനിലുള്ള കുട്ടികളും ഇനി കുടുംബിനികളാവാൻ പോകുന്ന കുട്ടികൾക്കും ചേച്ചി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സത്യമാണ്. ഇപ്പോഴത്തെ പല അമ്മമാരും പെൺമക്കളെ ഒന്നും അങ്ങനെ ഒന്നും ഉപദേശിക്കുന്നില്ല, ഉപദേശിച്ച പെൺമക്കളെ കേൾക്കത്തില്ല. താങ്ക് യു വെരി മച്ച് ചേച്ചി. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ശരിക്കും സമയം തികയുന്നില്ല ചേച്ചി, വർത്താനം നിർത്താൻ തോന്നുന്നില്ല. പക്ഷെ എന്നാലും ടൈം ലിമിറ്റ് ഉണ്ട്, നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. അതെ, അടുത്ത പരിപാടിയിലേക്ക് പോയേ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇത് ആഗ്രഹിച്ചു വന്ന ഒരു പരിപാടിയാണ്. എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വന്നു, പങ്കെടുത്തു. സോ സ്നേഹനിധികളായ എല്ലാ പ്രേക്ഷകരോടും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. എന്തായാലും പ്രേക്ഷകർക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇത്രയും നല്ല വാക്കുകളുടെ ഇടയിൽ ഇനി എൻ്റെ വാക്കുകളും കൂടെ കയറ്റി അതിനകത്തൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല. ആ വാക്കുകളോടുകൂടി തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.